ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി, അതേപോലെ ധാരാളം ശമ്പളം, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ജോലി, ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെയുള്ള ഗ്രഹനില പ്രകാരമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ജോലി ആർക്കാണ് കിട്ടുക? അതേപോലെ പല ആളുകൾക്കും ജോലിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്. ചില ആളുകൾക്ക് നല്ല ജോലിയുണ്ട്, മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും നല്ല സഹകരണമൊക്കെ കിട്ടും. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശമ്പളം വളരെ കുറവായിരിക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മറ്റൊരു വിഭാഗം ആളുകൾക്ക് നല്ല ജോലി, നല്ല ശമ്പളം, എന്നാൽ ഇവരുടെ മേലധികാരി വളരെ കടുംപിടുത്തമുള്ള ആളുകളായിരിക്കും. അതേപോലെ സഹപ്രവർത്തകർ പലരും പാര പണിയുന്ന ശത്രുക്കളൊക്കെ ആയിരിക്കും. ഒരു മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഇവർക്ക് പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുക. ജോലിയിൽ തൃപ്തി കുറവാണ് ഇവർക്കുണ്ടാവുക. മറ്റൊരു വിഭാഗം കൂട്ടർക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടാകും, നല്ല ശമ്പളം ഉണ്ടാകും, നല്ല മേലധികാരിയും സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടാവുക. പിന്നെ എന്താണ് ഇവർക്ക് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവർക്ക് ജോലിയിൽ തുടരാൻ കഴിയുകയില്ല, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെ പലതരത്തിലുള്ള പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. വേറെ ചില ആളുകൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ ജോലി ഉപേക്ഷിച്ച് ബിസിനസ് ആരംഭിച്ചാൽ നന്നായിരിക്കുമോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്കിടയിൽ അധികമായി വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഈ AI മൂലമൊക്കെ തൻ്റെ ജോലിക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പലതരപ്പെട്ട പ്രശ്നങ്ങളാണ് ഓരോരുത്തരും ഇന്ന് നമുക്കിടയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് കഠിന പരിശ്രമം ചെയ്യുന്നവരും ഉണ്ട്. ചില ആളുകൾ കിട്ടിയ ഗവൺമെൻറ് ജോലി വേണ്ടെന്ന് വെച്ച് വേറെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവരും ഉണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഗ്രഹനിലയുള്ളവർ ഗ്രഹനില കയ്യിലെടുത്ത് വെച്ചോളൂ. ജാതക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുകയാണ് ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. മുഴുവനായി കണ്ടാൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിലാണ് പറഞ്ഞു തരുന്നത്. ജാതകമെടുത്ത് കയ്യിൽ വെച്ചോളൂ. നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന്, അതായത് രാശിചക്രത്തിലെ ലാ എന്ന് സൂചിപ്പിച്ച ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവം, അതായത് ജാതകത്തിൽ ലാ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും, അതിൽ തൊട്ടടുത്തുള്ള രാശിയാണ് ഈ രണ്ടാം ഭാവം. രണ്ടാം ഭാവാധിപതി സ്വക്ഷേത്രവാനായിട്ടോ ഉച്ചസ്ഥനായിട്ടോ ത്രികോണത്തിലോ, ത്രികോണം എന്ന് പറഞ്ഞാൽ ലഗ്നം, അതിൻ്റെ 5, 9 ഭാവങ്ങൾ, പിന്നെ കേന്ദ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ലഗ്നം 4, 7, 10 ഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ നിന്നാലും ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജാതകന് നല്ല വരുമാനം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നല്ല ഉദ്യോഗമൊക്കെ ഉണ്ടാകും. അവ മൂലം നല്ല വരുമാനവും. ഇതിനുള്ള പ്രധാന കാരണം തൊഴിൽ, അതായത് ഉദ്യോഗസ്ഥാനം എന്ന് പറയുന്നത് 6ാം ഭാവമാണ്. നമ്മുടെ ജാതകത്തിൽ 6ാം ഭാവമാണ് തൊഴിൽ സ്ഥാനം. ഈ 6ാം ഭാവത്തിന് 2ാം ഭാവം 9ാം ഭാവം എന്ന ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഉയർന്ന ഉദ്യോഗം എന്ന അന്തസ്തു തരുന്ന 10ാം ഭാവത്തിന് ഈ 2ാം ഭാവം 5ാം ഭാവമായി വരുന്നത് കൊണ്ടാണ് ഏതൊരാളുടെയും 2ാം ഭാവം ബലമായി നിന്നാൽ അയാൾക്ക് ഭാഗ്യം മൂലം വളരെ തൃപ്തികരമായ വരുമാനവും തൊഴിലും തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലർക്ക് പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലി, മറ്റു ചിലർക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ ജോലിയൊക്കെ കിട്ടും. ഇങ്ങനെയുള്ളത് എല്ലാം 2ാം ഭാവാധിപതി ബലവാനായ ജാതകർക്കാണ് ഇങ്ങനെയൊക്കെ കിട്ടുക. അടുത്തതായി പറയാനുള്ളത്, 2ാം ഭാവാധിപതിക്ക് ദുർസ്ഥാനസ്ഥിതിയോ നീചമോ പാപഗ്രഹയോഗമോ ഒക്കെ ഉള്ള ജാതകമാണെങ്കിൽ അതിനും ഒരു പരിഹാരമായി കണക്കാക്കി വേണം ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ളവർ ആദ്യം ഒരു ജോലിക്ക് പോവുകയും ആ ജോലിക്കൊക്കെ പോയ ശേഷം ആ ജോലിയിൽ തൃപ്തി കുറവ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ശമ്പളക്കുറവും ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള
പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ 1-2 ജോലി മാറിയ ശേഷം അവർക്ക് നല്ല ജോലി, അതായത് അവർക്ക് മനസ്സിനിണങ്ങിയ ജോലി കിട്ടുകയും വരുമാനം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. പരിഹാരം എന്ന നിലയിൽ വേണം, ആദ്യം കിട്ടുന്ന 1-2 ജോലി അത്ര നല്ലതായിരിക്കില്ല. അത് ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും ആ ജോലി. ഈ കൂട്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 2-ാം ഭാവം ബലഹീനമായിരിക്കുന്ന ജാതകർ കടമൊക്കെ വാങ്ങിക്കുന്നത് വളരെ ആലോചിച്ചും അതുപോലെ ഒരു ലിമിറ്റിന് മേലെയൊക്കെ പോകാതെ അളവായിട്ടേ കടം വാങ്ങിക്കാൻ പാടുകയുള്ളൂ. ഇവരുടെ സംസാരത്താൽ ഇവർക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ വളരെ പക്വതയോടെയൊക്കെ വേണം സംസാരിക്കാൻ. ഇവർക്ക് ഏറെ ഗുണമുണ്ടാകുന്നത് വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്നതാണ് ഇവർക്ക് ഏറെ ഗുണമുണ്ടാവുക. ഇതുവരെ പറഞ്ഞത് ജാതകത്തിൽ ലഗ്നാടിസ്ഥാനത്തിൽ 2-ാം ഭാവം കൊണ്ട് ഒരു ജാതകന് അനുഭവിക്കാൻ കഴിയുന്ന വരുമാനത്തെയും തൊഴിലിനെയും പറ്റിയൊക്കെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ശുക്രൻ ഒരു ജാതകത്തിൽ ബലവാനായാൽ, ബലവാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വക്ഷേത്രം, ഉച്ചം, കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നം 4, 7, 10, ത്രികോണം ലഗ്നം 5, 9, പിന്നെ 2, 11 ഭാവങ്ങൾ. ഇതിലൊക്കെ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ശുക്രൻ ബലവാനാണ്. ഈ പറഞ്ഞ പോലെ ശുക്രൻ ബലവാനായി ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക് ധാരാളം ധനവരവ്, സമ്പാദ്യമൊക്കെ തന്നെ ഉണ്ടാകും. ഈ ശുക്രൻ്റെ കൂടെ പാപയോഗം വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ധനനഷ്ടം, പാഴ്ചെലവുകൾ, അനാവശ്യ കാര്യങ്ങൾക്കായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത ചെലവുകൾ, പല വിധത്തിലുള്ള ചെലവുകളും ഉണ്ടാകും. നിയന്ത്രണാതീതമായ ചെലവുകളൊക്കെയാണ് ഉണ്ടാവുക. ഇതുകൂടാതെ ശുക്രൻ്റെ കൂടെ ചേരുന്ന പാപഗ്രഹങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഇതുകൂടാതെ തന്നെ ശുക്രന് നീചാവസ്ഥ, ദുർസ്ഥാനസ്ഥിതി എന്നിവയൊക്കെ ഉണ്ടായാൽ ആദ്യം കിട്ടിയ 1-2 ജോലി അത് അത്ര നല്ലതായിരിക്കുകയില്ല. അത് ഉപേക്ഷിച്ച് അടുത്ത ജോലിക്ക് പോകുമ്പോൾ ആ ജോലി നല്ലതായി കിട്ടും. ശുക്രൻ ബലഹീനമായവർ 2 വരുമാനമാർഗമൊക്കെ കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇവർക്കത് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശുക്രൻ ശനിയുടെ കൂടെ യോഗം ചെയ്തൊക്കെ നിൽക്കുന്നവർക്ക് ശുക്രന് ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുക, ഇങ്ങനെയുള്ള ജാതകമൊക്കെ ഉള്ളവരാണെങ്കിൽ അന്യനാടുകളിൽ പോയി തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗമൊക്കെ ചെയ്താൽ നല്ല വരുമാനമൊക്കെ ഉണ്ടാകും. എന്നാൽ ജോലിയിൽ എപ്പോഴും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. നല്ല അധികാര പദവി ഉണ്ടാകണമെങ്കിൽ ജാതകത്തിൽ കുജൻ്റെ ശുഭഗ്രഹയോഗം ദൃഷ്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ കുജൻ ബലവാനായ ഏതൊരു ജാതകനും അധികാര പദവികളുള്ള ഉദ്യോഗത്തിലൊക്കെ ഇരിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുജനും സൂര്യനും കുജനും ബുധനും ബന്ധമുള്ള ജാതകർ ആദ്യത്തെ ജോലി വേണ്ടെന്ന് വെച്ച് 2-ാമത്തെ ജോലിക്ക് പോകും. ഇനി ഒരു സൂക്ഷ്മമായ കാര്യം കൂടി പറഞ്ഞു തരാം. ഒരു ജാതകത്തിൽ 2-ാം ഭാവാധിപതി ലഗ്നത്തിൽ നിന്ന് 4 രാശിക്ക് ശേഷമാണ് നിൽക്കുന്നത് എങ്കിൽ അവർക്ക് മധ്യമ വയസ്സിന് ശേഷം മാത്രമേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. അതായത് ഇവർക്ക് ആരംഭത്തിലുള്ള വരുമാനത്തേക്കാൾ കുറച്ചു കാലം കഴിയുന്തോറും ഇവരുടെ വരുമാനം വർദ്ധിച്ചു വരാൻ തുടങ്ങും. പിന്നെ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കുജൻ്റെ ബലം, ബലഹീനം തൊഴിലിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗത്തിൻ്റെ ഗുണത്തെയും സ്വഭാവത്തെയും ഒക്കെ കാണിച്ചു തരും. അതേപോലെ വരുമാനത്തിൻ്റെ ഗുണത്തെയും സ്വഭാവത്തെയും ശുക്രനാണ് മനസ്സിലാക്കി തരിക. സാധാരണക്കാർക്ക് നിങ്ങളുടെ ഗ്രഹനില കൊണ്ട് നിങ്ങളുടെ ഉദ്യോഗം, തൊഴിൽ, വരുമാനം എന്നിവയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ ലളിതമായ വിധത്തിൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാക്കാം. പിന്നെ ജ്യോതിഷ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ ടിപ്സായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ജ്യോതിഷം സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ ആവശ്യത്തിനും ഓൺലൈൻ കൺസൾട്ടേഷനും ജ്യോതിഷ പഠനത്തിനുമൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഈ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോവും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.